They are fighting. They are fighting. Kamal sir. Welcome to Cheng Stock. So let's react to the official release trailer of Kalki 2898 AD. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. നമ്മളെ കട്ട വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇറങ്ങുന്ന ടൈം ആയപ്പോ ദേ ആർ റിലീസിങ് എൻ നമ്പർ ഓഫ് വീഡിയോസ് ടു ഗിവ് us എന്താ എനിക്ക് തോന്നുന്നു ആ ഒരു ഗൂസ് ബംസ് ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അവർ ഇറക്കുന്നത്. കാരണം ഇറങ്ങിയ അപ്ഡേറ്റ്സ് ഒക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ട്രീറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം കഴിഞ്ഞ ആ ഒരു ട്രെയിലറിന്റെ അകത്തും സൂപ്പർബ്ലി ദേ ഹാവ് ഗിവൻ റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു റിലീസ് ട്രെയിലർ കണ്ടു നോക്കാം. റെഡി? അവിടെ നിന്നല്ലേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ఓ సమస్త సృష్టి ఉంటున్నట్టు అలాంటిది మీ కడుపులో భగవంతుడే ఉన్నాడు. దివ్య పడుకోవడం రేపేలా ఉంటుంది నేను కాపాడుతా. వన్ షాట్ కాంప్లెక్స్ వెళ్ళిపోతా. ఆ బ్యాక్గ్రౌండ్ సరే ఇది చాలు. They are fighting. They are fighting. ఎన్ని యుగాలైనా ఎన్ని అవకాశాలు ఇచ్చినా మనిషి మారడు, మారలే. కమల్ సార్. സോൾ ശോഭനെ കാണിച്ചല്ലോ. ഓ അവതാർ സംഭവമാണ് കാണിച്ചത് അവിടെ ഷോട്ടില്. Wow, it's completely science fiction, അല്ലേ? Completely like oh backwards score. ഇതെന്നാ മറ്റേ വട്ടണ്ടയാ അല്ലേ? ആൻഡ് സോളും വന്നിട്ടുണ്ട് ഭയങ്കരം. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോ ദീപികനെ കാണിച്ചു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ഓ ఇంతవరకు ఒక్క ఫైట్ కూడా ఓడిపోలేదు, ఇది కూడా ఓడిపోయింది. ప్రిపేర్ అయ్యి వచ్చాను. എനിക്ക് തോന്നുന്നത് അറിയോ, ഇതിനകത്ത് ഏകദേശം ഫൈറ്റ് വിത്ത് അശ്വതാത്മയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ശരിക്കും അശ്വത്ഥാമ സോറി അതന്നെ സംഭവം. അശ്വത്ഥാമ ശരിക്കും എനിക്ക് തോന്നിയ എന്താ അറിയോ, ലൈക്ക് നമ്മളെ മാർവൽ മൂവീസിലൊക്കെ ഉണ്ടാവാറില്ല, ഹീറോസ് ആണെങ്കിലും ദേ വിൽ ബി ഫൈറ്റിംഗ് ടുഗെദർ ഫസ്റ്റ് ടൈം മീറ്റിംഗ്സ്. കാരണം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. പ്രഭാസ് മേ ബി തിങ്കിങ് ദാറ്റ് ഹീസ് ദ വില്ലൻ ഓർ അശ്വത്ഥാമ വിൽ ബി തിങ്കിങ് ദാറ്റ് ഹീസ് ദ വില്ലൻ. സോ ആ ഒരു സംഭവം മാർവൽ മൂവീസിൽ കാണാറുണ്ടാവും. അതെ എനിക്ക് അതുകൊണ്ട് വക്കാന്ത ഞാൻ അധികം ഡിസി കണ്ടിട്ടില്ല. അതായത് ആ ഒരു ഫൈറ്റ് കാണിച്ചിട്ട് then after that they will be joining together. ആ ഒരു സംഭവം ഉണ്ടാവാറില്ലേ? and especially like ഇവിടെ വില്ലനായിട്ട് മോസ്റ്റ്ലി ലൈക്ക് they have പ്രഭാസിനെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു വില്ലൻ. അതായത് ഓക്കെ പ്രഭാസിന്റെ വില്ലൻ ഷെയ്ഡ് ഉണ്ട് എന്ന് കാണിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ബട്ട് there is another villain. കമൽ സാറിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഹീസ് ലൈക്ക് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹി വാണ്ട്സ് ടു ടേക്ക് ഔട്ട് ഓൾ ദ ലൈവ്സ് ഓൺ എർത്ത്. അങ്ങനത്തെ ഒരു ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലുക്ക് ഇസ് ലൈക്ക് ഈസ് ഗോയിങ് ടു പെർഫോംസ് ലൈക്ക് എനിത്തിങ്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് പണ്ടേ മുതലേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം തൊട്ടേ അങ്ങനെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വ്യത്യസ്ത റോളുകൾ എടുക്കുന്ന സമയത്ത് ആ വ്യത്യസ്ത വേഷവിധാനങ്ങൾ when he comes with the different attire
ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും അദ്ദേഹം നമ്മൾക്ക് തരുന്നത്. നടനം, ഹീസ് എ യൂണിവേഴ്സൽ ആക്ടർ. ആ ഒരു സാധനം ഇപ്പൊ നമ്മള് ഉലകനായകൻ എന്നല്ലേ പറയാം. ഉലകനായകൻ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഫുള്ളി കിട്ടാൻ പോകുന്നത്. ആൻഡ് ദീപികനെ കുറച്ചുകൂടി കാണിക്കാൻ നോക്കിയിട്ട് ഇതിനകത്ത്. ആൻഡ് ദീപിക, ഐ വാസ് ഗെറ്റിംഗ് എ ഫീൽ ഓഫ് ബ്രഹ്മാസ്ത്ര മൂവി. അതില് ദീപികയുടെ ഒരു റോളില്ലേ, ഒരു ഇമോഷണൽ ആ ഒരു സംഭവങ്ങള്. അപ്പൊ ഇവിടെയും മകനാണ് പ്രഭാസ്. ഒരു അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെയിലറിന്റെ അകത്ത് ആ ഒരു ചെറിയൊരു ഹിന്റ് തന്നു. അതായത് ആ ഒരു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദിശ പട്ടാനി ആയിരുന്നു അവിടെ കൂടുതലും കോമ്പിനേഷൻ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പിനേഷൻ. അപ്പോ അതുകൊണ്ട് there is no combination which they haven't shown in this particular trailer. ഇവരുടെ ആ ദീപിക പടുക്കോൺ പ്ലസ് പ്രഭാസിന്റെ. അപ്പൊ ഏകദേശം അത് തന്നെ അവനാണ് സാധ്യത. ആൻഡ് വേറെ കുറെ കാസ്റ്റിന് അതിഥി റാവുവിനൊക്കെ കണ്ട പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. കുറെ ആളുകളൊക്കെ ഈ പടത്തിൽ അൺഒഫീഷ്യലി കുറെ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ ഗോയിങ് ടു ബി സർപ്രൈസ് ഫോർ us ബിക്കോസ് ശോഭന മാം ഉണ്ട്, അന്ന ബെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അന്നബെന്നെ കണ്ടു, രണ്ടാമത് മലയാളം കണ്ടപ്പോ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ലൈക്ക് ഹൗ മെനി മോർ, അതാണ് നമ്മൾ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ. എനി അതർ സർപ്രൈസസ് അല്ലെ, എനി അതർ ബിക്കോസ് ഡിക്യുന്റെ ഒക്കെ നമ്മള് ഡിക്യുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നോ, എന്താ അതിന്റെ റിയാലിറ്റി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹി ഡസന്റ് വോണ്ട് ടു ലൈക്ക് ഹി വോണ്ടഡ് ടു ഹൈഡ് സംതിങ്. പ്രത്യേകിച്ച് ആ ഒരു ഡയറക്ടറിന് എന്തോ പുറത്തുവിടാൻ താല്പര്യമില്ല. ദാറ്റ് ഇസ് വെരി മച്ച് ക്ലിയർ. ആൻഡ് അതുകൊണ്ടാണ് റിലീസ് ട്രെയിലറിൽ കമൽ സാറിന്റെ ലുക്ക് കുറച്ച് കാണിച്ചതും ആ ഒരു ഷെയ്ഡ് കുറച്ചും കൂടി കാണിക്കാൻ നോക്കിയതും. സോ ബട്ട് ദിസ് release trailer was more promising than the trailer. Yeah, first one is more into fight and that science fiction, all these things. Solo here is more into like science fiction ഉണ്ട്, സോളോ ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഫൈറ്റ് മറ്റേ രീതിയിലാണ് കാണിക്കുന്നത്. ദാറ്റ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പ്രഭാസ് ആൻഡ് അമിതാഭ് ബച്ചൻ സാർ രണ്ടുപേരും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. ഇത്തവണ they are showing that ആ ഒരു സംഭവം കാണിച്ചോണ്ട് തന്നെ എനിക്ക് തോന്നുന്നു through that fight only one would be realizing the truth, what's the truth, and then they will join together and fight for the main villain. അങ്ങനെയാണ് അവനാണ് യൂഷ്വലി സാധ്യത ഉള്ളത്. ഇനിയിപ്പോ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന അറിയില്ല. നമ്മള് എപ്പിസോഡ് 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നാഗേഷിന്റെ ആ ഒരു ടോക്കിന്റെ ആ ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മളെ ബാഹുബലിയിലൊക്കെ വി എക്സ്പെക്ടഡ് ദാറ്റ്, പക്ഷെ അതിനൊരു സൂപ്പർ ഹീറോ എഫക്റ്റിലേക്ക് അത് ഇമോഷണൽ ഡ്രാമ വിത്ത് ആ ഒരു നമ്മളെ തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ലൈക്ക് ആ ഒരു ബാഹുബലി ക്യാരക്ടർ വാസ് ലൈക്ക് എ സൂപ്പർ ഹീറോ. കാരണം തെങ്ങൊക്കെ എടുക്കുന്നത് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൺലി ഫോർ ദെയർ ആ ഒരു സംഭവം നമുക്കല്ല സൂപ്പർ ഹീറോ അല്ല, അവർക്ക് സൂപ്പർ ഹീറോ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരെല്ലാരും സൂപ്പർ ഹീറോ പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു എഫക്റ്റും ആൻഡ് മോർ ഓവർ എനിക്ക് കൂടുതലും മാർവൽ മൂവീസിൽ കാണുന്ന കുറെ സംഭവങ്ങളോട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റേ ആ ഒരു ലാസ്റ്റ് ഷോട്ട് ദാറ്റ് തിങ്, അതിനകത്ത് നമ്മുടെ റോഡൊക്കെ റോഡ്സ് ഒക്കെ വരുന്ന ആ ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അയൺമാനൊക്കെ ആ ഒരു എഫക്ട് ഉണ്ടായിരുന്നു. സോ പല 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 കണ്ട് 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 മറന്ന കുറെ സംഭവങ്ങളുടെ ഓർമ്മകളാണ് ശരിക്കും which reminded Indian style കോപ്പി ഫീൽ അല്ല, ഒരു റിമൈൻഡ് ഫീലും ആൻഡ് the curiosity എന്താ പറയാ കുറച്ചും കൂടി ഹൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം how it's going to be theatrical experience എങ്ങനെയായിരിക്കും, that curiosity the director could എന്താ പറയാ ആ ഒരു തരാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാഗേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് now the time is come for us ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിട്ട്. സോ ആ നാഗേഷൻ ആ പറഞ്ഞ ഡയലോഗ് തന്നെ നമുക്ക് പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എനിക്ക് തോന്നുന്നത് വായ്ത്താള് എന്താ അതിനെ പറയുന്നത്, വായ്ത്താര് മറ്റേ വായ കൊണ്ടിട്ടുള്ള സോറി വായ്ത്താരി മറ്റേ ആ ഒരു പാണിന്റെ പാട്ടൊക്കെ പോലത്തെ അങ്ങനല്ല. മീൻസ് കൂടുതലും ഇൻസ്ട്രുമെന്റ് വെച്ച് ചെയ്തതാണോന്ന് അറിയില്ല, പക്ഷെ വായ വെച്ചിട്ട് ചെയ്ത മ്യൂസിക് പോലെ കൂടുതലുള്ളത്. അതാ ഉദ്ദേശിച്ചത്. എന്തൊക്കെയോ പറയാം. അതായത് കുറെ എന്താ പറയാ നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചായിരിക്കാം ചിലപ്പോ ചെയ്തത്, പക്ഷെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എന്നൊക്കെ പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കി. സോങ്ങിനും അതിനൊരു പേരുണ്ട് ശരിക്കും. മനസ്സിലായി. അതിനെന്തോ ഒരു ബോക്സ് എന്ന് പറയും, ബീറ്റ് ബോക്സിംഗ് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കേൾക്കുന്നുണ്ട് പല പല സ്ഥലത്തില്ലേ. നമുക്ക് ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റ് കാരണം അതിനെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീല് അതെനിക്ക് തോന്നുന്നു സന്തോഷ് നാരായൺ എന്താ ചെയ്തെന്നറിയില്ല, എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിട്ട്. പ്രത്യേകിച്ച് പ്രഭാസ് വരുന്ന സമയത്തും ആ ഫൈറ്റിന്റെ സമയത്തൊക്കെ കറക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ
സൂപ്പർ നെയിൽഡ് ഇറ്റ്. ഇത്രയുള്ള പറയാനുണ്ട്. ഇത്രയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.